അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I thank God for this blessed time. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് നിങ്ങളുടെ മധ്യേ ഞാനായിരിക്കുന്നത്. I'm here in the midst of this church with a great happiness. ക്രിസ്തു ഞാൻ ഏറെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജി, പാസ്റ്റർ ഷിബു മാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ട മറ്റ് പല കർത്തദാസന്മാരിതിന് മധ്യയുണ്ട്. അവരെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. I thank God for Pastor Saji Pastor and the Shibu Pastor and as well as Pastor I love most. അപ്പോൾ തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ ഏറെക്കുറെ എല്ലാവരും എന്നോടൊപ്പമുണ്ട്. എൻ്റെ വൈഫ് മേഴ്സി, കുഞ്ഞുങ്ങൾ 3 പേരും, അവരുടെ കുടുംബം, പാസ്റ്റർ ജോ വിൽസൺ ഉൾപ്പെടെ, അതുപോലെ തന്നെ പ്രിയ ജസ്റ്റിൻ, ജിഷമോൾ, പ്രിയപ്പെട്ടവരെല്ലാം കുടുംബമായിട്ട് ഇന്ന് എന്നോടൊപ്പം ഇവിടെയുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. I also thank God and happy that actually there are a lot of familiar faces and familiar friends and family members here. I'm so happy that actually I'm blessed to be a part of this congregation. എന്നെ സ്നേഹിക്കുന്ന അനേക പ്രിയപ്പെട്ടതിൻ്റെ മധ്യമുണ്ട് എന്നുള്ളത് എനിക്കറിയാം. I know there's a lot of people who love me in this congregation. എന്നാൽ എല്ലാവരുടെയും പേരെടുത്ത് പറയാനുള്ള സാവകാശം എൻ്റെ മുമ്പിലില്ല. പ്രത്യേകിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I want to go into the word of God because I don't have much time to spend. വളരെ ചുരുങ്ങിയ നിമിഷം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. I know that I have a very less time ahead of me today. ഷാർജയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ കർത്താവ് ദാനമായിട്ട് നൽകിയിട്ടുണ്ട്. God has blessed me with a blessed church in Sharjah. കഴിഞ്ഞ 3 വർഷമായിട്ട് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്ത് അനേക പ്രിയപ്പെട്ടവർ പോയിക്കൊണ്ടിരിക്കുന്നു. And the last 3 years I see actually a lot of people have migrated from the church to different. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു കണക്ക് നോക്കിയിട്ട് ഏതാണ്ട് 100-ലധികം കുടുംബങ്ങൾ, ഫാമിലി US-ലെ, ഓസ്ട്രേലിയ, യൂറോപ്പിൻ്റെ വിവിധ സ്ഥലങ്ങൾ, കാനഡയിൽ മറ്റുമായി കഴിഞ്ഞ 3 വർഷമായി പോയിട്ടുണ്ട്. അവിടുന്ന് I see that actually a lot of people from the church has moved to different parts of the world. പല കുടുംബങ്ങളൊക്കെ പുതുതായി വീണ്ടും വരുന്നുണ്ട്. There are also a lot of families who are coming to the church. എന്നാൽ ഇന്ന് ഈ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. I am really happy for the Sunday school children when I saw them. എന്ന് ഞങ്ങളുടെ എൻ്റെ ചർച്ചിൽ ഇപ്പോഴും 200-ലധികം, more than 200 Sunday school students are there. In the pastor's church there are more than 200 Sunday school students in that യുഎയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാക്കി കർത്താവ് ഇതിനെ വളർത്തി എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. Pastor is happy to be say that actually he was blessed with the most blessed. വളരെ വേഗം കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആലോചന നിങ്ങളെ ഓർപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. I want to go into the word of God that God has enlightened me today. അതിനാധാരമായ 2 തിമോഥെയോസ് 1:15 വാക്യം, 2 Timothy chapter 1 verse 15. അതിൻ്റെ ആരംഭ ഭാഗം ഞാൻ തന്നെ വായിക്കുന്നു. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടു പൊയ്ക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. We see that actually all that which are in Asia be turned away from me. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ പ്രിയ നോബിളിനെ ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഒരു പ്രിയപ്പെട്ടവനായിരുന്നു പ്രിയ നോബിൾ ജോൺ. പ്രിയപ്പെട്ടവനുമായിട്ടുള്ള ബന്ധത്തിലാണ് പലപ്പോഴും ഞാൻ ഈ ചർച്ചയിൽ കടന്നു വന്നിട്ടുള്ളത്. I've been to this church several times, especially Noble Chan is a friend of mine. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ട് പൊയ്ക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പൗലോസ് തിമോഥെയോസിനോട് ഓർപ്പിക്കുന്നു. Here Paul is saying to Timothy, saying that actually as you know all the people in Asia has turned away from me. പൗലോസിന്റെ അവസാന ലേഖനം കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുന്ന ഒരു ലേഖനം. We see that the last book that Paul wrote was actually he wrote from the prison. തന്റെ തല ഛേദിക്കപ്പെടേണ്ട ദിനങ്ങൾ ഏറെക്കുറെ അടുത്തിരിക്കുന്ന ഒരു നിമിഷം. This is a time when Paul knows that actually it's almost the time for him to be beheaded. തിമോഥെയോസിന് കൈമാറേണ്ട അതിപ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം. This is a big message that Paul wants to convey to Timothy. വാസ്തവത്തിൽ അതൊരു വേദനാജനകമായിട്ടുള്ള ചില വാക്കുകളാണ്. We see that actually there is a lot of painful words involved in പൗലോസ് പറയുന്നത് ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി. Paul says that all the people from Asia has turned away from me. പൗലോസ് തനിക്ക് സംഭവിച്ചതിന്റെ നൊമ്പരം കൊണ്ടല്ല അത് പറയുന്നത്. He is not telling this because of the pain he has gone through. മോനെ തിമോഥെയോസേ, നീയും ഇത് അറിയണം. He wanted to tell to Timothy that you should also know this. ഒരുപക്ഷേ നിന്റെ ജീവിതത്തിലും ഇത് വന്ന് സംഭവിച്ചാൽ നീ തളർന്നു പോകരുത്. He is encouraging Timothy by saying that even if it comes in your life, make sure you are not falling ആസ്യക്കാർ back. എല്ലാവരും എന്നെ വിട്ടുപോയി. All the people from Asia left me. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പൗലോസ് ജീവൻ കൊടുത്ത് സ്നേഹിച്ച ഒരു കൂട്ടം ആൾക്കാരായിരുന്നു ആസ്യക്കാർ. We see that actually the people from Asia are the people that Paul has given his life. തന്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികം സമയം ചെലവഴിച്ച ഒരു സ്ഥലം.
In his entire ministry, he spent most of the time in Asia. എഫെസോസ് പട്ടണവും ആസിയയുടെ വിവിധ സ്ഥലങ്ങളിലും താൻ ഏറ്റവും അധികം ചെലവഴിച്ച ഒരു സമയമായിരുന്നു. He spent a lot of time in different cities in Asia. ഒരുപക്ഷെ പൗലോസ് നാം ചിന്തിക്കും പൗലോസ് യെരുശലേമിലും ഇസ്രയേലിന്റെ പല സ്ഥലങ്ങളിലുമാണ് ശുശ്രൂഷിച്ചത് എന്നൊരു പക്ഷേ ചിലരെങ്കിലും ചിന്തിക്കും. Some of you might think that Paul has done most of his ministry in Jerusalem or nearby cities. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ടർക്കിയിലേക്ക് കടന്നുപോയി, ഗ്രീസിലേക്ക്, ടർക്കിയിലേക്ക് പദ്മോസ് ദ്വീപിലേക്ക് കടന്നുപോയപ്പോൾ അപ്പോഴാണ് എനിക്ക് അതിന്റെ യാഥാർത്ഥ്യം ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. I got a chance to travel to Turkey and Greece. Then I understood what practically പൗലോസ് looks like. തന്റെ സുവിശേഷ വേലയിൽ ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് ആസിയയിലായിരുന്നു. We see that Paul has spent most of his time during his ministry in Asia, പ്രത്യേകിച്ച് എഫെസോസ് പട്ടണത്തിൽ especially in the city of Ephesus. ആഭിചാര കൊടി കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു There എഫെസോസ്. was a lot of black magic and evil things happening. ഈ സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരല്പം കൂടെ ഒന്ന് സൗണ്ട് തരുമെങ്കിൽ നന്നായിരുന്നു. യെസ്, ആഭിചാരം ഏറ്റവും കൊടുമ്പുരി കൊണ്ട ഒരു സ്ഥലം. That is a place where a lot of black magic was happening. അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം നിലകൊണ്ട ഒരു സ്ഥലം. It is a place where there was a special goddess who was there. ആ കാലത്ത് ഏറ്റവും ഉന്നതമായിട്ട് നിലവാരം പുലർത്തിയിരുന്ന ഒരു പട്ടണമായിരുന്നു That എഫെസോസ് city പട്ടണം. is a very, very high standard city. സാമ്പത്തികമായി ഏറ്റവും ഉയർന്ന ഒരു പട്ടണം. They were financially very sound. അതുപോലെ തന്നെ സാംസ്കാരികമായി ഏറ്റവും ഉയർന്നൊരു പട്ടണം. They were also culturally very much developed. വിദ്യാഭ്യാസപരമായി ഏറ്റവും ഉയർന്നൊരു പട്ടണം. They were much forward in their education അനേക as well. യൂണിവേഴ്സിറ്റികളെ കൊണ്ട് നിറഞ്ഞൊരു പട്ടണം. There was a lot of universities in this city. എന്നാൽ അപ്പോൾ തന്നെ മ്ലേച്ഛതകളും അരാജകത്വം കൊണ്ട് നിറഞ്ഞൊരു പട്ടണമായിരുന്നു But at the എഫെസോസ്. same time, that city was filled with a lot of അവിടെ sins. വ്യാപരിച്ച അന്ധകാര ശക്തിക്കെതിരെ പൗലോസ് ശക്തമായി പൊരുതി. Paul was able to fight against the darkness that covered over that city. പൗലോസിന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെയുള്ള ഒരു പട്ടണത്തെ കർത്താവിന് വേണ്ടി നേടണമെന്നുള്ളത്. He actually had a desire. He wanted to take a city like that for God. ഒരിക്കൽ പൗലോസ് ആ പട്ടണത്തിലേക്ക് കടന്നു ചെന്നു. Once Paul went to the city. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. We see in the book of Apostles about this. അതിന്റെ 19-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നാം വായിക്കുന്നത് അപ്പൊല്ലോസ് കൊരിന്തിയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങൾ കൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. We see that actually he took a road that is much inside to reach that city. പൗലോസ് അവിടെ കടന്നു ചെന്നപ്പോൾ അവരെ കണ്ടപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം എന്നെ വളരെ അതിശയിപ്പിച്ചു. The first question that Paul asked really surprised me. What Paul asked. ചില നാളുകൾക്ക് ശേഷം ചില ശിഷ്യന്മാരെ കണ്ടപ്പോൾ താൻ ചോദിച്ച ചോദ്യം ഇപ്രകാരമായിരുന്നു. After seeing his disciples after some time, this is the first question he asked. മകളെ, കുഞ്ഞുങ്ങളെ, എന്തുകൊണ്ട് വിശേഷവും നല്ല ചോദിച്ചത്. He did not ask about how they are now. നിങ്ങൾ ഇവിടെ സുഖമായി ഇരിക്കുന്നോ എന്നല്ല ചോദിച്ചത്. He did not ask them, are you guys doing okay നിങ്ങൾ here? വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ. He asked them actually, did you believe and did you receive the തന്റെ Holy Spirit? ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവരെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ. He wanted to ask them, did you receive the Holy Spirit? ഏത് പകൽ ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ ഞാൻ ചോദിക്കട്ടെ. To everyone sitting here, let me ask in the name of ഒരുപക്ഷെ Jesus. പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു കാണും. You might have been in the spiritual world for a long time. 30 വർഷമായി 25 വർഷമായി പെന്തക്കോസ്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. You might be 2 or 3 decades in this Pentecostal life. എന്നാൽ അങ്ങനെയുള്ളവരോട് ദൈവാത്മാവ് ഇന്ന് പകൽ ഒരു ചോദ്യം ചോദിക്കുന്നു. Today the Holy Spirit is asking you a question. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ. Did you believe and have you received the Holy Spirit? അവർ പറഞ്ഞ മറുപടി പെട്ടെന്നായിരുന്നു, ഞങ്ങൾ അത് അറിഞ്ഞിട്ട് പോലുമില്ല. They replied saying that we didn't know anything about it. ഞങ്ങൾ അത് കേട്ടിട്ട് പോലുമില്ല. We haven't even heard about it. അതിന്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണാം, പൗലോസ് അവരുടെ തലമേൽ കൈവച്ചപ്പോൾ And then we see that in verse 6 that actually he laid his hands on them. ആത്മാവിന്റെ ശക്തി അവരിലേക്ക് The വ്യാപരിച്ചു. power of the Spirit came upon them. അവർ വളരെ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിച്ചു. They desired for the power of God with great desire. അവിടെ വ്യാപരിച്ച അന്ധകാര ശക്തിക്ക് ഒരു മാറ്റമുണ്ടായി. We see that there was a big change in the black power that existed ഞാൻ ആ there. സംഭവം വിശദീകരിക്കുവാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. I don't have much, let me move on. ആഭിചാരം കൊടിക്കൊണ്ട ഒരു പട്ടണം, A place that was filled with sin. മ്ലേച്ഛതകളെ കൊണ്ട് നിറഞ്ഞ ഒരു പട്ടണം. Lot of wrong things were happening in that എന്നാൽ city. അവിടെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ, When the power of Spirit came there, ആത്മാവിന്റെ ശക്തി അവിടെ വ്യാപരിച്ചപ്പോൾ, when the power of Spirit came അവിടെ there, എഴുതിയിരിക്കുന്ന 50,000 വെള്ളിക്കാശ് വില 50,000 വെള്ളിക്കാശ് വില വരുന്ന ആഭിചാരത്തിന്റെ പുസ്തകങ്ങൾ അവർ ചുട്ടുകളഞ്ഞു. we see that actually all the books that worth almost 50
70,000 silver coins were burned ഇന്നത്തെ away. വില നമ്മൾ ഏകദേശം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ If you count as per the today's ഏതാണ്ട് value, 4 കോടി 5 കോടി ഇന്ത്യൻ രൂപയ്ക്ക് വില വരുന്ന ആഭിചാരത്തിന്റെ പുസ്തകങ്ങൾ. it's almost 4 to 5 crores of Indian currency. അത് അഭിഷേകത്തിന്റെ ശക്തിയുടെ മുമ്പിൽ അത് ചുട്ടുകളഞ്ഞു. That is the power of anointment. ഇന്ന് പകലിനെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരുടെ ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ. Let me tell everybody who is listening me today. ഒരു പക്ഷേ ആ മന്ത്രവാദത്തിന്റെ പുസ്തകങ്ങളിൽ ഒരു പക്ഷേ ചില പേരുകൾ നിങ്ങളുടെ പേരും എഴുതി വെച്ചിട്ടില്ലേ? There might be sometimes actually our names in those. നിങ്ങളുടെ തലമുറയ്ക്കെതിരെ കുടുംബത്തിനെതിരെ ശത്രു വാദിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ മേൽ അത് അവിടെ എഴുതി വെച്ചിട്ടില്ലേ? There are some occasions where Satan is also looking against you or your family. അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് അവിടെ തീയിൽ ചുട്ടുകരിക്കപ്പെട്ടത്. It is those books that was burned in the ഒരു fire. കാര്യം വളരെ വ്യക്തമായി ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, Let me remind you clearly this time. ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ കടന്നു വന്നാൽ, When the power of Spirit comes upon you, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ചാൽ, when this power of Holy Spirit comes on you, ഒരു പക്ഷേ ശത്രു നിങ്ങൾക്കെതിരെ എഴുതി വെച്ചിരിക്കുന്ന ചില രേഖകൾ, there could be a lot of things that enemy would have written against you. മന്ത്രവാദത്തിന്റെ ചില കെട്ടുകൾ, Lot of magics that would have happened against you. ആഭിചാരത്തിന്റെ ചില കെട്ടുകൾ, All the sins that's against you. അത് തീയിൽ വെന്തെരിയുന്ന നിമിഷങ്ങളായി തീരും. Let it all become burned in the fire. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? So if you believe and receive the Holy Spirit, ആ ചോദ്യത്തിന് മുമ്പിൽ അവർ ആദ്യം അല്പം അതിശയിച്ചു പോയി. they were all shocked to hear that question. എന്നാൽ അവർ പൂർണ്ണമായി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ But when they submitted, ആത്മശക്തി അവരുടെ മേൽ ഇറങ്ങി വന്നു. the power of Holy Spirit came ആ on them. ദേശത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. There are a lot of miracles that happened in this ആ city. ദേശത്ത് വലിയ വീര്യപ്രവൃത്തികൾ ആ ദേശത്ത് നടന്നു. There are a lot of mighty things that happened in അതിന്റെ this city. താഴേക്കുള്ള ഭാവങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. And you further when you read, you will പൗലോസ് understand what ചില വർഷങ്ങൾ ആ ദേശത്ത് പ്രവർത്തിച്ചു. Paul was able to work for some years ആ in that ഭാഗം city. വായിക്കുവാൻ വേണ്ടി എന്റെ മുമ്പിൽ സമയമില്ല. I don't have time to read all those അടുത്ത verses. ചില വർഷങ്ങൾ പൗലോസ് തന്റെ ജീവിതത്തിൽ അവിടെ ചെലവഴിച്ചു. He spent some years in that city, ഒടുവിൽ കാരാഗ്രഹത്തിൽ അവൻ അടയ്ക്കപ്പെട്ടു. and finally he ended up in the prison. മരണം തൊട്ടു മുമ്പിൽ He saw the death in front of him. വേദനയോടെ അവൻ പറയുകയാണ്, With great pain he is writing, മോനെ തിമത്തിയോസേ, അവരെല്ലാവരും എന്നെ വിട്ടുപോയി. my son Timothy, everybody left me. ആസ്യക്കാർ മുഴുവനും എന്നെ വിട്ടുപോയി. Everybody from Asia left me. ഏത് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്നവരോട് ദൈവാത്മാവിൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം. Let me tell you, everybody sitting in ഒരു the പക്ഷേ presence of നമ്മുടെ God. നല്ല സമയത്ത് പലരും നമ്മോട് കൂടെ നിന്നിരിക്കും. In our good times there will be a lot of നമുക്ക് people around us. ആരോഗ്യമുള്ളപ്പോൾ പലരും നമ്മോട് കൂടെ നിന്നിരിക്കും. When we are healthy, lot of friends will be able to have. സാമ്പത്തികമായി നല്ല നിലയിൽ നിൽക്കുമ്പോൾ പലരും നമ്മോട് കൂടെ നിന്നിരിക്കും. When you are financially in good status, you would have ഇന്നിപ്പോൾ a lot of friends. അവർക്കൊരു കാര്യം മനസ്സിലായി. But they understood one thing. പൗലോസിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. The days of the Paul is ആദ്യ counted. ദിവസങ്ങൾ തന്റെ മുമ്പിലില്ല. There's no many days left. ഇനി പൗലോസിനോട് കൂടെ നിന്നിട്ട് കാര്യമില്ല. There is no use in staying with Paul. അവരെല്ലാവരും പൗലോസിനെ വിട്ടുപോയി. They all turned away from Paul. മോനെ തിമത്തിയോസേ, ഞാൻ ഈ ബാറ്റൺ നിനക്ക് കൈമാറുകയാണ്. So he actually carried on his baton to Timothy. എന്താണ് ഈ ബാറ്റൺ എന്നുള്ളത് നമുക്കറിയാം. Do you know what is this baton? റിലേ അങ്ങനെയുള്ള ഓട്ടം റിലേ ഓടുന്നവർക്കൊക്കെ അറിയാം എന്താണ് 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ റിലേ ഓടുമ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞ് അവർ വന്ന് നിൽക്കുമ്പോൾ അവരുടെ ബാറ്റൺ അടുത്ത ഗ്രൂപ്പിലേക്കും കൊടുക്കുകയാണ്. We see that when you see a relay race, you said the baton is being handed over to the എന്ന് next വെച്ച് person. കഴിഞ്ഞാൽ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. Paul understood actually it is time to wind up his ministry. എന്നാൽ എൻ്റെ ശുശ്രൂഷ ഞാൻ മറ്റൊരാളിനെ ഏൽപ്പിക്കുവാൻ But I'm പോവുകയാണ്. going to give away this ministry into somebody else's hands. തിമത്തിയോസിനെ ഞാൻ എൻ്റെ ശുശ്രൂഷ ഏൽപ്പിക്കുവാൻ പോവുകയാണ്. I'm going to give the ministry into the hands of Timothy. എവിടെ ഞാൻ എൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ചു അവിടുത്തെ ആ ശുശ്രൂഷ തിമത്തിയോസിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. Where I stopped my ministry, I'm going to give it to പോൾ Timothy. ഇപ്പോൾ നിസ്സഹായനാണ്. Paul became helpless. എന്നാൽ ഒരു കാര്യം പൗലോസിന് വളരെ വ്യക്തമായിട്ടറിയാം. But there was one thing he was very clear. അതാണ് തിമത്തിയോസിനെ ഏൽപ്പിക്കുവാൻ പോകുന്നത്. That is what he is going to give it to മോനെ Timothy. തിമത്തിയോസേ, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. He said, Timothy, I know whom I believe. അവൻ എൻ്റെ ഉപനിധി, He is my ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. I believe that he will keep me safe till the final day. ഒരുപക്ഷെ ജീവിതത്തിൽ പല പല പ്രയാസങ്ങൾ കടന്നു വന്നിരിക്കും. There will be a lot of challenges in your life. പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി പലത് കടന്നു There വന്നിരിക്കും. could be tribulations one after the other. എന്നാൽ അതിന് നടുവിൽ നീ തളർന്നു പോകരുത്. But in the midst of that, do not get carried പലരും away. നിനക്കെതിരായി വന്നിരിക്കും. There's a lot of people who is be against you. എന്നാൽ അതിന് നടുവിൽ നീ തളർന്നു പോകരുത്. But don't be weary in between them. 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. You see the next verse. ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക.
Be powered with the power to believe in Christ. തിമോത്തിയോസേ, നീ തളർന്നു പോകരുത്, Timothy, don't be weary. നീ ശക്തിപ്പെടണം. You be strengthened. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു കാര്യം, പലരും തന്നെ വിട്ടുപോയപ്പോൾ We see that a lot of people who left him still. വിട്ടുപോകാതെ തന്നോട് കൂടെ നിന്ന ഒരുവനുണ്ടായിരുന്നു. There was one person who has never left him away. അവിടെ ഒരു ഒനേസിഫെരോസിനെ നമുക്ക് കാണുവാൻ കഴിയും. We see a specific നാം person വായിച്ച there. വാക്യത്തിന്റെ 15-ാം വാക്യമാണ്. 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫെരോസ്. We see that actually the Onesiphorus who has refreshed him. ഒനേസിഫെരോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പൗലോസിന് പറയാനുണ്ടായിരുന്നു. There was something Paul wanted to say about ആസ്യക്കാർ മുഴുവനും എന്നെ വിട്ടുപോയപ്പോൾ the whole people of Asia left me. എന്നെ വിട്ടുപോകാത്ത ഒരുവനുണ്ടായിരുന്നു. There was one person who never left me. ഒരു ഒനേസിഫെരോസ്. There was an Onesiphorus. ഏത് പകല് 1-2 കാര്യങ്ങൾ ഒനേസിഫെരോസിനെ കുറിച്ച് പറയുവാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. And let me tell you something, one or two things about this Onesiphorus. ബൈബിളിൽ 2 ഭാഗത്ത് മാത്രമേ ഒനേസിഫെരോസിനെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ. There are only twice it is mentioned about Onesiphorus in the ഒന്ന് Bible. ഇതേ വാക്യത്തിൽ തന്നെ. It's in the same verses. അവിടെ നാം വായിച്ചത് പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫെരോസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. He says, "The Lord give mercy unto the house of Onesiphorus, for he often refreshed me." 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. We again see it in the chapter 4 verses 19. പൗലോസ് തന്റെ സാക്ഷ്യം ഏറെക്കുറെ അവസാനിപ്പിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, പ്രിസ്കയ്ക്കും അക്വിലാവിനും ഒനേസിഫെരോസിനും കുടുംബത്തിനും വന്ദനം ചൊല്ലുക. In the verse 19 it says, "Salute Priscilla and Aquila and the household of Onesiphorus." ഒനേസിഫെരോസിനെ കുറിച്ച് പറയുമ്പോൾ 2 പ്രധാനപ്പെട്ട ക്വാളിറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. There are 2 good qualities about ഏറ്റവും Onesiphorus. പ്രധാനപ്പെട്ട 2 ക്വാളിറ്റി. The most good important one is, അവിടെ എഴുതിയിരിക്കുന്നത് പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായിരുന്നു ഒനേസിഫെരോസ്. we see that actually most of the time he has refreshed me. മറ്റു പലരും തന്നെ വിട്ടു കടന്നുപോയപ്പോൾ, When a lot of people left me, താൻ ഏറ്റവും സ്നേഹിച്ച ആസ്യക്കാർ തന്നെ വിട്ടുപോയപ്പോൾ, when people of Asia whom he loved left him, തന്റെ ഹൃദയത്തെ തണുപ്പിച്ചവനായിരുന്നു ഒനേസിഫെരോസ്. it is Onesiphorus who actually refreshed അവിടെ him. വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫെരോസ്. We see that actually he is one who has refreshed me often. തണുപ്പിച്ചവൻ എന്ന് പറയുമ്പോൾ ഐസ് ഇട്ട് വെള്ളം തന്ന് തണുപ്പിച്ചെന്നല്ല. It doesn't mean that actually he put some ice cubes into water. ഹൃദയത്തിൽ ചൂട് പിടിച്ചപ്പോൾ, When there was a lot of pain in the മനസ്സ് heart, കത്തി എരിഞ്ഞപ്പോൾ, when his heart was burning, പലരും മാറിപ്പോയപ്പോൾ, when a lot of people walked away from പലരും him, വിട്ടുകളഞ്ഞപ്പോൾ, when a lot of people forsaken him, പലരും പരിഹസിച്ചപ്പോൾ, when a lot of people mocked him, അപ്പോൾ എൻ്റെ അരികിലേക്ക് വന്ന് എന്നെ തണുപ്പിച്ച വ്യക്തി ഒനേസിഫെരോസ്. he was a person who came to me and എന്നെ gave me support. ചേർത്ത് പിടിച്ച ഒനേസിഫെരോസ്. He held me close to him. വാസ്തവത്തിൽ ഈ പൗലോസിനെ തണുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? Do we need to have refreshed Saint Paul? പൗലോസ് ആരായിരുന്നു? Who was Paul? സകല കൃപാവരങ്ങളും നിറഞ്ഞ പൗലോസ്. He is a man with a great blessing from 3-ാം God. സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്. He is the one who is taken up to the തന്റെ third നിഴൽ heaven. തട്ടിയപ്പോൾ രോഗികൾ സൗഖ്യമായ പൗലോസ്. Even from his shadow people were healed. മരിച്ചവരെ ഉയർപ്പിച്ച പൗലോസ്. He was able to risen people from death. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത പൗലോസ്. Lot of miracles he was able അനേക to do. ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് ദാനം ചെയ്ത പൗലോസ്. He was the one who was able to write a lot of എങ്ങനെയാണ് letters. പൗലോസിനെ തണുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? Why it is need to refresh ഏത് him? പകൽ ദൈവദാസന്മാരോട് ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ പറയാം. Let me tell everybody here today, എത്ര ദൈവകൃപയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും, no matter how gracious you are to stand for, എത്രമാത്രം ദൈവം ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിലും, no matter how mightily God is using ഒരു you, പക്ഷേ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലും പരിശോധനകൾ കടന്നു വരും. even in those days there will be challenges for him. പൗലോസ് ശക്തമായി ഉപയോഗിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. Paul was a man who was used well, എങ്കിലും തന്റെ ജീവിതത്തിൽ തന്നെ തളർത്തുന്ന ചില വിഷയങ്ങളുണ്ടായി. but there were certain things that was pulling him back. നമുക്കറിയാം, ദൈവത്തിന്റെ ദാസനായിരുന്ന ഏലിയാവ് We see that actually the Elijah, ആഹാബ് രാജാവിന്റെ മുഖത്ത് നോക്കി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ആഹാബ് രാജാവേ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. he looked right in the face of the king and said that without ഒരു me there will be no രാജാവിന്റെ rain. മുഖത്ത് നോക്കി ശക്തമായി വിളിച്ചു പറഞ്ഞ ഏലിയാവ്. We see the prophet who was boldly speaking to the ആ king. ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി. There was a great famine. ദീർഘനാളുകൾ മഴ പെയ്തില്ല. For a long time there was no rain. ചില നാളുകൾക്ക് ശേഷം ഏലിയാവ് ആഹാബിന്റെ മുമ്പിൽ പ്രത്യക്ഷനായി. We
We see that after some time, Elijah came to പ്രത്യക്ഷനായപ്പോൾ Ahab. ആഹാബ് ചോദിച്ചൊരു ചോദ്യം, നീയാണോ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ? Are you the one who is putting the people of Israel in ഏലിയാവിന്റെ trouble? മറുപടി നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. We know what is the reply he gave. ആഹാബ് രാജാവിനോട് ചെന്ന് നോക്കി, മുഖത്ത് നോക്കി പറഞ്ഞു, ആഹാബ് രാജാവേ, ഞാനല്ല കഷ്ടപ്പെടുത്തുന്നത്, നീയും നിന്റെ പിതൃഭവനവുമാണ്. He said to his house that it is you and your ancestors who did it. 850 പ്രവാചകന്മാരെ മുട്ടുകുത്തിച്ച ഏലിയാവ്, The one who actually was able to kneel down 850 കർമ്മേലിന്റെ prophets. മുകളിൽ സിംഹത്തെ പോലെ ഗർജിച്ച ഏലിയാവ്, The prophet who was able to roll like a lion on the mountaintop. ബാലിന്റെ പ്രവാചകന്മാർക്കെതിരെ ശക്തമായി നിന്ന ഏലിയാവ്, The man who stood against the prophets of Baal. ഒറ്റ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ആകാശത്തുനിന്ന് തീയിറക്കിയ ഏലിയാവ്, With one prayer, he was able to bring down fire from കൈ heaven. പോലെ ഒരു മേഘം കണ്ടപ്പോൾ ഒരു വലിയ മഴയെ കണ്ട ഏലിയാവ്, With a cloud that looked like a hand, he foresaw the rain ആഹാബ് coming. രാജാവിന്റെ രഥത്തിന് മുമ്പിൽ ഇസ്രായേലിലെത്തുവോളം ആ രഥത്തിന് മുമ്പിലോടിയ ഏലിയാവ്, He was able to run ahead of the chariot of ആ the king. ശക്തനായ ഏലിയാവ് ഒരിക്കൽ പറയുക, മതി യഹോവേ മതി, എന്റെ പ്രാണനെ ഒന്ന് എടുത്താൽ മതി. That same mighty Elijah is one saying that, okay, I am undone. ഇസബേലിന്റെ ചില വാക്കുകൾക്ക് മുമ്പിൽ Before the words of some Isabel, തകർന്നു പോയ ഏലിയാവ്, he said that he's all shattered. എന്റെ പ്രാണനെ ഒന്ന് എടുക്കുക. He is telling, take my life. ആരായിരുന്നു ഏലിയാവ്? Who was Elijah? ഞാൻ ഇനിയും വിശദീകരിക്കുന്നില്ല. I don't have to elaborate. അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ, In a lot of our lives it could happen. ഒരുപക്ഷെ പൗലോസിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാമോ എന്ന് നമുക്ക് ചിന്ത തോന്നും. We may think, how can this happen in Paul's life? പൗലോസ് ഇത് തിമോത്തിയോസിനോട് പറയുമ്പോൾ തന്റെ ഹൃദയത്തിന്റെ നിറഞ്ഞ വേദനയാണ് പൗലോസ് പറയുന്നത്. With utmost pain, he is telling this to Timothy. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി. My son, everybody from Asia left me. എന്റെ കൂടെ നിന്ന് ആസ്യക്കാർ എന്നെ വിട്ടുപോയി. Everybody from Asia who ഞാൻ was with me left ജീവൻ കൊടുത്തു കൊണ്ടുവന്ന ആസ്യക്കാർ എന്നെ വിട്ടുപോയി. me. I have given a lot of energy and life into that to bring them into life. നീയും ഇത് അറിയണം. You should also be aware of this. അങ്ങനെയുള്ള അവസരത്തിൽ തന്നെ ഏറ്റവും സഹായിച്ച ഒനേസിഫെരോസ്, But in those days, even Onesiphorus was able to help. ഹൃദയത്തെ തണുപ്പിച്ച ഒനേസിഫെരോസ്. He is the one who refreshed his heart. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, Let me tell you, everybody sitting here ഒരു today, ഭക്തന്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കൊണ്ട് നിറയുമ്പോൾ, when there is a lot of tribulations in a നിന്റെ believer's കൂട്ടു life, സഹോദരന്റെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, when you go through challenges where you find ഒരു difficulties പക്ഷേ to withstand, മറ്റു പലരും വിട്ടുപോകുന്ന നിമിഷങ്ങളുണ്ട്. there are moments when a lot of people would walk away from you. എന്നാൽ അതിന് നടുവിൽ അങ്ങനെയുള്ള അവസരത്തിൽ ഹൃദയത്തെ തണുപ്പിക്കുവാൻ കഴിയുമെങ്കിൽ, If in case you are able to refresh your heart in even those അതാണ് days, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. that is why Holy Spirit clearly written. അങ്ങനെ ഒരു ഒനേസിഫെരോസ് ആകുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, You all be able to become one of those Onesiphorus. അവിടെ എഴുതിയിരിക്കുന്നത്, എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫെരോസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകട്ടെ എന്നിട്ട് പറഞ്ഞത്, അവൻ എൻ്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ, The Lord give mercy unto the house of Onesiphorus, for he often refreshed me and was not ashamed of my chain. അവൻ എൻ്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിച്ചില്ല എന്ന് പറഞ്ഞാൽ, He is not ashamed of his chain mates. ഞാൻ ചങ്ങലയിലായിരുന്നപ്പോൾ അവൻ എൻ്റെ അരികിലേക്ക് വന്നു. He came to me even when I was ഞാൻ in chains. ബന്ധിക്കപ്പെട്ട നിമിഷം അവൻ എൻ്റെ അരികിലേക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നു. When I was in trouble, he came ഞാൻ to me. ചില കുരുക്കുകളിൽ അകപ്പെട്ടപ്പോൾ അവൻ എന്നെ രക്ഷിക്കുവാൻ വേണ്ടി വന്നു. When I was entangled in some trouble, അത് he came കേവലം to me. ചങ്ങല കൊണ്ടുള്ള ബന്ധനം മാത്രമാകണമെന്നില്ല. It could not be just the ഒരു chains. പക്ഷെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത ചില കുരുക്കുകളിലൂടെ ചില പ്രിയപ്പെട്ടവർ അകപ്പെടുമ്പോൾ, There will be some days in your life where you're not able to go ahead in the ഒരു life. സ്റ്റെപ്പ് പോലും മുമ്പോട്ട് പോകുവാൻ കഴിയാതെ ചില വിഷയങ്ങളിൽ നാം അകപ്പെടുമ്പോൾ, You might be in some trouble where you're not able to take a step forward. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരത്തോടെ ചില കുരുക്കുകളിൽ നാം വന്നുപെടുമ്പോൾ, If in case you get entangled in some challenges where you're not able പലരും to നമ്മെ forward. വിട്ടുപോയെന്നിരിക്കും. There's a lot of people who will walk away from പലരും you. അകന്നു മാറി. A lot of people will move from എന്നാൽ you. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മോട് അടുത്ത് വരുന്ന ചിലരുണ്ട്. But there are some people who would come close to us. സന്തോഷത്തിന്റെ സമയത്ത് പലരും നമ്മോട് കൂടെ കാണും. During our happy days, there will be a lot of people with us. എല്ലാം നന്നായിരിക്കുമ്പോൾ പലരും നമ്മോട് കൂടെ കാണും. When everything is going well, there will be a lot of എന്നാൽ friends. വേദനിക്കുന്ന നിമിഷത്തിൽ, When we have a painful day, ഭാരപ്പെടുന്ന നിമിഷത്തിൽ, on your days of sadness, കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, when you are going through the tearless time, പലതും നമുക്കെതിരായി കടന്നു വരുമ്പോൾ, there will be a lot of challenges when you are നമ്മുടെ facing. മുമ്പിലെ സകല വഴികളും അടയുമ്പോൾ, When all the ways in front of you is closed, ശാരീരികമായി നാം ഏറ്റവും തളർന്നിരിക്കുന്ന നിമിഷത്തിൽ, when you are totally worn physically, മറ്റു പലരും നമ്മെ വിട്ടുപോകുമ്പോൾ, when a lot of people would walk away from you, അരികിലേക്ക് വരുന്ന ഒരു ഒനേസിഫെരോസ്,
But there is someone who come closer to you like an Onesiphorus. ചങ്ങലയിൽ ലജ്ജിക്കാതെ തന്റെ അരികിലേക്ക് കടന്നു വന്ന വ്യക്തി, And he was not ashamed of his chain and he തന്നെ came closer. ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തി. A person who holds him close and he അങ്ങനെയുള്ളവരെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. Let me remind you what Holy Spirit has spoken. അവിടെ എഴുതിയിരിക്കുന്ന ഒനേസിഫൊരസിനെ മാത്രമല്ല കരുണ തോന്നുന്നത്, It's not only Onesiphorus who is being gracious. ഒനേസിഫൊരസിന്റെ കുടുംബത്തോടും ദൈവത്തിന് കരുണ തോന്നും. We said actually if God is actually gracious to his ഇന്ന് family പകൽ as well. ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, Let me tell you everybody in the name of God. വേദനിക്കുന്ന ചിലരെ ആശ്വസിപ്പിക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ, Are you able to comfort people who are in pain? ചിലരുടെ കണ്ണുനീർ ഒപ്പുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, Are you able to wipe the tears in the life of others? ചിലരുടെ ഭാരങ്ങളിൽ കൂട്ടുനിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, Are you able to be a partaker in the challenges of other people? നിങ്ങളെ മാത്രമല്ല ദൈവം അനുഗ്രഹിക്കുന്നത്, It is not only you that God will നിങ്ങളുടെ bless. കുടുംബത്തെ പോലും അനുഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ്, We see that God will bless even your family as നിങ്ങളുടെ well. കുടുംബത്തെ പോലും അനുഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ്. Even he will bless your house as well. അത് മാത്രമല്ല, ആ 18 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. We say that actually he's blessing Onesiphorus was saying that God will bless him. ഏത് ദിവസത്തിലാണ്? In which day? സിംഹാസനത്തിന് മുമ്പിൽ ആബാലവൃദ്ധ ജനം നിൽക്കുന്ന ആ ദിവസത്തിൽ, It's on the day when everybody will be standing in front of the throne of judgment. കർത്താവിന് മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ആ ദിവസത്തിൽ, The day when everybody will have to stand in front of ന്യായാസനത്തിന് Jesus. മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ആ ദിവസത്തിൽ, When we stand before the throne of judgment. ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, Let me remind you everybody who is in the presence of ഈ God. ചെറിയ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, When I wind up this small message, ലോകത്തിൽ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല എങ്കിലും, even if you're not able to do great things in your വലിയ life, വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല എങ്കിലും, even if you're not able to do mighty things വലിയ in your life, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ കഴിഞ്ഞില്ല എങ്കിലും, even if you're not able to do any much ചിലരുടെ miracles, കണ്ണുനീരൊപ്പുവാൻ, if you're able to wipe the tears, ചിലരുടെ വേദനയൊപ്പുവാൻ, when you're able to partake in the pain of some people, ഭാരപ്പെടുന്ന നിമിഷത്തിൽ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലുവാൻ, if you're able to go and be comforting people in ബന്ധിക്കപ്പെട്ട pain, നിമിഷത്തിൽ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലുവാൻ, when they are going through a tough time, അവരുടെ കണ്ണുനീരൊപ്പുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നെങ്കിൽ, when you get a chance to be to help them and comfort them, പരിശുദ്ധാത്മാവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒനേസിഫൊരസിന്റെ സ്വഭാവമുള്ളവരായി. we see that actually the Holy Spirit says everybody has a ലോകത്തിൽ verse മറ്റു upon പല കാര്യങ്ങളും നേടുവാൻ കഴിഞ്ഞില്ല എങ്കിലും, it. Even if you're not able to ഇന്ന് പകൽ ദൈവസഭയോട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, let me tell you the church today, ഒനേസിഫൊരസിനെ പോലെ, same like Onesiphorus. ഒരു പക്ഷേ ഒനേസിഫൊരസിനെ കുറിച്ച് അധികം പേര് കേട്ട് കാണത്തില്ല. Maybe about this person you have ആദ്യ not heard. പ്രസംഗങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. Maybe you have not heard much ഇന്ന് preaching പകൽ about this. ദൈവാത്മാവ് വളരെ വ്യക്തമായി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, But the Holy Spirit wants to remind you clearly. ഒനേസിഫൊരസിനെ പോലെ നമുക്കായി തീരുവാൻ കഴിയുമോ? Let us become like Onesiphorus. വലിയ വീര്യപ്രവൃത്തികളൊന്നും നിങ്ങൾ ചെയ്യണ്ട, You don't have to do a lot of വലിയ mighty things. അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾ ചെയ്യണ്ട. You don't have to do a lot of miracles. കൂട്ടു സഹോദരന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, Are you able to wipe the tears of കൂട്ടു your brothers? സഹോദരിയുടെ വേദന ഒപ്പുവാൻ, Are you able to wipe the tears of നിങ്ങളുടെ your sisters? കർത്തൃദാസൻ ഭാരപ്പെടുമ്പോൾ അവരോട് കൂടെ ചേർന്നിരിക്കുവാൻ, Can you stand aside your pastor when he is going through challenge? ഒനേസിഫൊരസിനെ പോലെ നമുക്കായി തീരുവാൻ കഴിയുമോ? Let us all try to become like Onesiphorus. അതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. Let us that be the aim in our life. പൗലോസ് വേദനയോടെ തിമോത്തിയോസിനോട് പറഞ്ഞു, With great pain, Paul is saying to മോനെ Timothy, തിമോത്തിയോസേ, നീ ഇതറിയണം, Timothy, you should know this. ആസ്യക്കാർ എല്ലാവരും എന്നെ All വിട്ടുപോയി. the people of Asia left me. ഒരു വലിയ ഭക്തനായ മനുഷ്യൻ പറയുകയാണ്, A great mighty man of God is saying. ഒരു അത്ഭുതവാനായ മനുഷ്യൻ പറയുകയാണ്, A miracle man of God is saying. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ശക്തനായ പൗലോസ് പറയുകയാണ്, We see the person who was taken up to the third heaven is saying, ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയത് നീ അറിയണം. you should know that all the people in Asia has left me. ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ ഈ സന്ദേശം പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. I would like to conclude now by giving this message. ഒരു ഒനേസിഫൊരസിനെ പോലെ നമുക്കായി തീരുവാൻ കഴിയുമോ? Will you be able to become one of those Onesiphorus? ചിലരുടെ വേദന ഒപ്പുവാൻ നിങ്ങൾക്ക് കഴിയുമോ? Are you able to comfort ഈ people in ലോകം pain? മുഴുവനും പ്രസംഗിച്ച് നടക്കുന്നതിനേക്കാൾ, Even if you are not preaching the whole world, 1000 പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നതിനേക്കാൾ, better than actually making 100,000 ചിലരുടെ preachers. കണ്ണുനീരൊപ്പുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, If you are able to wipe the tears of ചിലരുടെ some people, വേദന ഒപ്പുവാൻ കഴിയുമെങ്കിൽ, if you are able to wipe the pain of ആ some people, ദിവസത്തിൽ
On the day, ആ ദിവസത്തിൽ on that day, ആബാലവൃദ്ധജനം നിൽക്കുന്ന ആ ദിവസത്തിൽ on that day when all the people of this world will ദൈ come before the കർത്താവിന് നിങ്ങളോട് കരുണ തോന്നുമെന്ന്. may the Lord have grace അതിൽ on you. കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടിയത്? What else you need? ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ When you stand in the book of throne of judgment, എന്റെ കർത്താവിന് നമ്മോട് കരുണ തോന്നുമെങ്കിൽ when Jesus is having mercy upon you, അതിനേക്കാൾ വലുത് എന്താണ് നമുക്ക് what വേണ്ടത്? else bigger than that you ഈ need? ദിവസങ്ങൾ അതിനായി നമുക്ക് ആഗ്രഹിക്കാം, Let us all desire for that. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. Let us all pray for that. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടട്ടെ. Let the mighty work of God be delivered in ഇത്രത്തോളം us. ഇത്രത്തോളം സമയം അനുവദിച്ച് തന്ന പ്രിയ കർത്തദാസന്മാർക്കും പ്രിയ സഭയ്ക്കും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ സ്നേഹവും വന്ദനവും നന്ദിയും അറിയിക്കുന്നു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം ലഭിക്കുമ്പോൾ ദുബൈ വഴി കടന്നു പോകുന്നവർ ഷാർജ വർഷിപ്പ് സെൻ്ററിലേക്ക് കടന്നു വരിക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.